അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ നാളെ നടക്കുന്ന ഫിഖ്ഹിന്റെ മോഡൽ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഹറാമാണ്, കറാഹത്താണ്, സുന്നത്താണ്, ഖിബലക്ക് മുന്നിടേണ്ടതില്ല, വാജിബാണ്, വെള്ളയാകുന്നു. ഷത്റുൽ മസ്ജിദിൽ ഹറാം, കുല്ലി മസ്ജിദിൻ. ഓക്കെ, ഒന്നാമത്തത് ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഏതാണ്? ഖിബലക്ക് മുന്നിടേണ്ടതില്ല. 2, ഒരു വെള്ളിമോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. 3, വെള്ളിമോതിരം നടുവിരൽ ധരിക്കൽ കറാഹത്താണ്. 4, പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ്. 5, യാ ബനി ആദമ ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ഓ ആദം സന്തതികളെ, എല്ലാ ആരാധനാ വേളയിലും നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ അണിയുവിൻ. 6, ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തങ്ങളുടെ മുഖം തിരിക്കുക. 7, വസ്ത്രങ്ങളിൽ അഫ്ളൽ വെള്ളയാകുന്നു. 8, നിസ്കാരമല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിബാണ്. ഇത് മുഴുവൻ എഴുതിയാൽ 8 മാർക്കാണ് ലഭിക്കുക. ഓക്കെ, രണ്ടാമത്തെ പൂർത്തിയാക്കാം എന്നതാണ്. അതിലൊന്ന്, പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. 2, പുരുഷൻ താടി വടിക്കൽ എന്താണ്? ഹറാമാണ്. 3, തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. 4, ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബയാണ്. ഓരോന്നിനും 2 മാർക്ക് വീതം, ടോട്ടൽ 8 മാർക്കാണ്. മൂന്നാമത്തത് 2 വീതം എഴുതാനാണ്. അതിലൊന്ന്, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 1 ഭ്രാന്ത്, മറ്റൊന്ന് ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ അവിടെ 3 മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത്, ഇസ്ലാം നൽകിയ ആനുകൂല്യങ്ങൾ. ഏതെങ്കിലും 2 ആനുകൂല്യങ്ങൾ എഴുതാനാണ്. 1, ഹുഫയുടെ മേൽ തടവല്. 2, തേമും ചെയ്യല്. വേറെയുണ്ട്, ഖസ്റും ജംഉമാക്കി നിസ്കരിക്കലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. 3, സഹവിന്റെ സുജൂദിനുള്ള കാരണങ്ങൾ. സഹവിന്റെ സുജൂദിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? 1 നമുക്ക് ഏതെഴുതാം? അബാദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവമോ മറന്നോ ഒഴിവാക്കുക. 2, ചെയ്ത കാര്യത്തിൽ സംശയം ഉണ്ടാവുക. 2 എഴുതി 4 മാർക്കാണ് ഇവിടെ കേട്ടോ. ഓക്കെ, നാലാമത്തത്, ഹുഫയുടെ മേൽ തടവൽ ജായിസ് ആകാനുള്ള ഷർത്തുകൾ. ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക. അതിന് 3 മാർക്കാണ്. ഓക്കെ, നാലാമത്തത് ഉത്തരം എഴുതാം. അതിലൊന്ന്, സഹവിന്റെ സുജൂദ് വാജിബാണ് ആർക്ക്? ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് വാജിബാണ്, നിർബന്ധമാണ്. രണ്ടാമത്തത്, സഹവ് എന്നതിന്റെ വിവക്ഷ എന്താണ്? എന്താണ് സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചക്കാണ് സഹവ് എന്ന് പറയുന്നത്. ഓക്കെ. 3, വില കൂടിയ വസ്ത്രം ധരിക്കലാണ് അഫ്ളൽ. എപ്പോഴാണ്? പെരുന്നാളിന് വില കൂടിയ വസ്ത്രം ധരിക്കലാണ് അഫ്ളൽ. 4, ഹുഫ് എന്നാൽ എന്താണ്? കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ്. 5, മുസാഫിറിന് 3 ദിവസം വരെ ഹുഫ് തടവാം. ഈ സമയപരിധി ഏത് മുതലാണ്? ഉത്തരം, ഹുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതലാണ് ഈ സമയപരിധി ആരംഭിക്കുന്നത്. 5ാമത്തത്, റത്തിബ് ക്രമത്തിലാക്കാനാണ്. വകഫിനു ഫിഹ ഇൽബിസു മിൻ സിയാബിക്കും ഫഇന്നഹ മിൻ ഖൈർ സിയാബിക്കും മൗതാക്കും അൽ ബയാള. ഓർഡറിലാക്കാം. ഇൽബിസു മിൻ സിയാബിക്കും അൽ ബയാള ഫഇന്നഹ മിൻ ഖൈർ സിയാബിക്കും വകഫിനു ഫിഹ മൗതാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണത്. നിങ്ങൾ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക, കാരണം അവ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണ്. നിങ്ങളിൽ നിന്ന് മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുക. 6ാമത്തത് വ്യക്തമാക്കാനാണ്. അതിലൊന്ന്, സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ ഏതാണ്? ഏതൊക്കെ ധരിക്കാം? അമിതമല്ലാത്ത നിലക്ക് സ്വർണം, വെള്ളി ധരിക്കാവുന്നതാണ്. 2ാമത്തത്, പുരുഷന് പട്ട് ധരിക്കാം എപ്പോൾ? ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരത്തിൽ പുരുഷന് പട്ട് ധരിക്കാം. ഓക്കെ, 2 എഴുതിയാൽ 4 മാർക്കാണ്. വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.